ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 14-ാം അധ്യായമായ ഗുണത്രയ വിഭാഗയോഗത്തിൻ്റെ അവസാന ഭാഗം. ത്രിഗുണങ്ങളെയും അതിക്രമിച്ചവൻ്റെ ലക്ഷണങ്ങളും ആചാരങ്ങളും അതിനെ അതിക്രമിക്കാനുള്ള മാർഗങ്ങളും എല്ലാം എന്ത് എന്ന അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന ഉത്തരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഗുണാതീതൻ്റെ ചേഷ്ടകൾ, പെരുമാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നതിൻ്റെ ഉത്തരം 23, 24, 25 എന്നീ ശ്ലോകങ്ങളിലായിട്ടാണ് പറയുന്നത്. ഉദാസീനനെ പോലെ ഇരിക്കുന്നവൻ, ത്രിഗുണങ്ങളിൽ ചഞ്ചലിതനാകാത്തവൻ, സ്ഥിരചിത്തനായിരിക്കുന്നവൻ എന്നീ ലക്ഷണങ്ങൾ 23-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. അടുത്തത് 24-ാമത്തെ ശ്ലോകം. സമദുഃഖസുഖസ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദാത്മസംസ്തുതി. യഹ സമദുഃഖസുഖഃ, ആരാണോ സുഖദുഃഖങ്ങളിൽ സമചിത്തനായും സ്വസ്ഥഃ, സ്വസ്വരൂപമായ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നവനായും, സമലോഷ്ടാശ്മകാഞ്ചനഃ, ലോഷ്ടം അതായത് മൺകട്ട, അശ്മം കല്ല്, കാഞ്ചനം സ്വർണം, ഇവയെ സമമായി കാണുന്നവനായും, തുല്യപ്രിയാപ്രിയഃ, പ്രിയാപ്രിയങ്ങളെ തുല്യമായി കരുതുന്നവനായും, ധീരഃ അചഞ്ചലനായും, തുല്യനിന്ദാത്മസംസ്തുതി, തന്നെപ്പറ്റി നിന്ദിച്ചാലും സ്തുതിച്ചാലും ഒരു ഭാവവ്യത്യാസവും ഇല്ലാത്തവനായും വർത്തിക്കുന്നത് സഹ ഗുണാതീതഃ, അവൻ ഗുണാതീതനത്രേ. ആരാണോ സുഖദുഃഖങ്ങളിൽ സമചിത്തനായും സ്വസ്വരൂപമായ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നവനായും, മൺകട്ട, കല്ല്, സ്വർണം ഇവയെ സമമായി കാണുന്നവനായും, പ്രിയാപ്രിയങ്ങളെ തുല്യമായി കരുതുന്നവനായും, അചഞ്ചലനായും, തന്നെപ്പറ്റി നിന്ദിച്ചാലും സ്തുതിച്ചാലും ഒരു ഭാവവ്യത്യാസവും ഇല്ലാത്തവനായും വർത്തിക്കുന്നത് അവൻ ഗുണാതീതനാണ്. ഗുണങ്ങളെ അതിവർത്തിച്ചവനെ ശരീര മനോബുദ്ധി തലങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന ലോകം സ്പർശിക്കുകയേയില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി നാം ബാഹ്യലോകവുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഒന്നുകിൽ സുഖം തരുന്നു, അല്ലെങ്കിൽ ദുഃഖം തരുന്നു. മനോബുദ്ധികൾ നമുക്ക് സമ്മാനിക്കുന്ന ഈ അനുഭവങ്ങളൊന്നും തന്നെ ഗുണാതീതനെ ബാധിക്കുന്നതേയില്ല. അയാൾ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഇരിക്കും. മൺകട്ടയെയും കല്ലിനെയും സ്വർണത്തെയും ഒരേപോലെ കരുതുന്നവനാണ് ഗുണാതീതൻ. നമുക്ക് അനുകൂലമായി വരുന്ന പരിതസ്ഥിതികളെയും വ്യക്തികളെയും നാം ഇഷ്ടപ്പെടും. അവ നമുക്ക് പ്രിയമായി വരികയും ചെയ്യും. പ്രതികൂലമായവയോട് അപ്രിയവും തോന്നും. പ്രിയാപ്രിയങ്ങളൊന്നും തന്നെ ഒരു ജ്ഞാനിയുടെ സമചിത്തതയ്ക്ക് ഇളക്കം വരുത്തുന്നില്ല. മറ്റുള്ളവർ സ്തുതിച്ചാലും നിന്ദിച്ചാലും അതൊന്നും അയാളിൽ ഒരു പ്രതികരണവും ഉണ്ടാക്കില്ല. സാധാരണ മനുഷ്യനെ ബന്ധനത്തിൽ കുരുക്കിയിടുന്ന സുഖദുഃഖങ്ങളോ പ്രിയാപ്രിയങ്ങളോ മൂല്യം കൂടിയതും കുറഞ്ഞതുമായ ആസ്തികളോ നിന്ദയോ സ്തുതിയോ ഒന്നും തന്നെ ഗുണാതീതനെ ബാധിക്കുകയേയില്ല. വീണ്ടും ലക്ഷണങ്ങൾ തുടർന്ന് പറയുന്നു 25-ാമത്തെ ശ്ലോകത്തിൽ. മാനാപമാനയോസ്തുല്യ തുല്യോ മിത്രാരിപക്ഷയോഃ സർവാരംഭപരിത്യാഗി ഗുണാതീതഃ സ ഉച്യതേ. മാനാപമാനയോ, മാനത്തെയും അപമാനത്തെയും, തുല്യഃ തുല്യമായി കരുതുന്നവനും, മിത്രാരിപക്ഷയോ മിത്രപക്ഷത്തെയും ശത്രുപക്ഷത്തെയും, തുല്യഃ ഒരേ നിലയിൽ കാണുന്നവനും, സർവാരംഭ പരിത്യാഗി യഃ സ്വാർത്ഥമായ ഉദ്ദേശത്തോടെ കാമ്യകർമ്മങ്ങൾ ഒന്നും തുടങ്ങാത്തവനും ആരോ സഹ ഗുണാതീതഃ ഉച്യതേ, അവൻ ഗുണാതീതനത്രേ. മാനിക്കപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും സമഭാവനയോടുകൂടിയവനും, മിത്രപക്ഷവും ശത്രുപക്ഷവും തമ്മിൽ വ്യത്യാസം കാണാത്തവനും, എല്ലാ ഉദ്യമങ്ങളും ഉപേക്ഷിച്ചവനുമായ അവൻ ഗുണാതീതനാണ് എന്ന് പറയുന്നു. വീണ്ടും ഒരു സിദ്ധപുരുഷൻ്റെ വിശദാംശങ്ങളെ ഇവിടെ വ്യക്തമായി പറയുകയാണ്. മാനാപമാനങ്ങളെ തുല്യമായി കാണുക എന്നത്
പൂർണ്ണത പ്രാപിച്ചതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമായി ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. നമ്മിലെ അഹങ്കാരത്തോടുകൂടി ജീവിതത്തെ വിലയിരുത്തുമ്പോഴാണ് അപമാനം ഉളവാകുന്നവയെ വർജിക്കണമെന്നും മാനമുള്ളത് സ്വീകാര്യമാണെന്നും നമുക്ക് തോന്നുന്നത്. എന്നാൽ ആദർശശാലികളായ മനുഷ്യർ മറ്റുള്ളവർ അപമാനമായി കരുതുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് നാം കാണാറുണ്ട്. അപമാനിച്ചാലും ആക്ഷേപിച്ചാലും അവരെ അത് ബാധിക്കാറുമില്ല. കാരണം അഹങ്കാരത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും മണ്ഡലങ്ങളെ അതിക്രമിച്ച അവർക്ക് അത് രണ്ടും തുല്യമാണ്. അടുത്തതായി തുല്യോ മിത്രാരി പക്ഷയോ. ഗുണാതീതനായ ഒരാൾക്ക് ശത്രുവില്ല, മിത്രവുമില്ല. ചിലർ സ്വന്തം അഭിപ്രായത്തിൽ ഒരു പക്ഷത്തിലും ചേരാതെ നിഷ്പക്ഷനാണ്, ഉദാസീനനാണ് ഞാൻ എന്ന് സ്വയം അഭിമാനിച്ചിരിക്കും. എന്നാൽ മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ അതിൽ പക്ഷാഭേദം കാണിക്കുകയും ചെയ്യും. പക്ഷേ ജ്ഞാനം നേടിയ ഒരാൾക്ക് തന്നിൽ നിന്നും അന്യമായ മറ്റൊന്നില്ല, എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശത്രുമിത്ര പക്ഷങ്ങളുമില്ല. പിന്നീട് പറയുന്നത് സർവാരംഭ പരിത്യാഗി എന്നാണ്. ആരംഭം എന്നതിന് കാമനയോടുകൂടിയ കർമ്മം എന്നാണ് ഇവിടെ അർത്ഥം. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ഫലങ്ങൾ ഉളവാക്കുന്ന കർമ്മങ്ങളിൽ പ്രയത്നിക്കുക. സമ്പാദിക്കാനും സ്വരൂപിക്കാനും കൂട്ടിവെക്കാനുമുള്ള സ്വാർത്ഥപ്രേരിതമായ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അഹന്തയുള്ള കാലത്ത് മാത്രമേ ഉണ്ടാവൂ. ആത്മസാക്ഷാത്കാരം ഉണ്ടാവുന്നതോടെ സർവ ആരംഭങ്ങളെയും അയാൾ പരിത്യജിക്കുന്നു. ദേഹം നിലനിർത്തുവാൻ ആവശ്യമായതൊഴികെ എല്ലാം ത്യജിക്കുന്നവനാണ് സർവാരംഭ പരിത്യാഗി. 23-ാമത്തെ ശ്ലോകത്തിൽ ഉദാസീനവത് എന്ന് തുടങ്ങി ഈ ശ്ലോകത്തിലെ ഗുണാതീത സ ഉച്യതേ എന്നുവരെയുള്ള 3 പദ്യങ്ങളിലായി പറഞ്ഞിരിക്കുന്ന ചിട്ടകൾ ഒരു മോക്ഷേച്ഛുവായ സന്യാസി ആ അവസ്ഥ എത്തുന്നതുവരെ അനുഷ്ഠിക്കേണ്ടവയാണ്. ആ അവസ്ഥയിൽ ആന്തരികമായ സ്വാതന്ത്ര്യത്തിൽ അയാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഗുണാതീതനായ ആ സന്യാസിയുടെ സ്വഭാവ വിശേഷമായി മാറുന്നു. അഥവാ ആ ചിട്ടകളിൽ തന്നെ അദ്ദേഹം തുടർന്ന് ജീവിക്കുന്നു. ഇനി ഈ 3 ഗുണങ്ങളെയും എങ്ങനെയാണ് അതിവർത്തിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത ശ്ലോകം, 26-ാമത്തെ ശ്ലോകം. മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. യഹ ഏതൊരുത്തൻ മാം എന്നെ പരമാത്മാവിനെ അവ്യഭിചാരേണ തെറ്റിപ്പോകാത്ത ഉറച്ചു നിൽക്കുന്ന ഭക്തിയോഗേന ഭക്തിയോഗം കൊണ്ട് സേവതേ സേവിക്കുന്നുവോ സഹ അവൻ ഏതാൻ ഗുണാൻ ഈ ഗുണങ്ങളെ സമതീത്യ നല്ലവണ്ണം കടന്നിട്ട് ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മഭാവത്തിന് അർഹനായി തീരുന്നു. വ്യതിചലിക്കാത്ത ഭക്തിയോഗം കൊണ്ട് ആരാണോ എന്നെ സേവിക്കുന്നത് അവൻ ഈ ഗുണങ്ങളെ പൂർണ്ണമായി അതിക്രമിച്ച് ബ്രഹ്മപ്രാപ്തിക്ക് അർഹനാകുന്നു. മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ. അനർഹമായ മാർഗങ്ങളിലേക്ക് വ്യതിചലിച്ചു പോകാതെ ആരാണോ ഭക്തിയോഗം കൊണ്ട് എന്നെ സേവിക്കുന്നത്. ഭക്തി എന്നാൽ ഉത്തമ സ്നേഹം, ഭക്തി തന്നെ യോഗമാണ്. ഭക്തി മൂലം ഭഗവാനോട് ചേർച്ച പ്രാപിക്കുന്നത് അഥവാ യോഗം ചെയ്യുന്നത് എന്നർത്ഥം. സന്യാസിയായാലും കർമ്മിയായാലും ഏതൊരുവനാണോ സർവഭൂതങ്ങളിലും വസിക്കുന്ന നാരായണനായ ഈശ്വരനെ സേവിക്കുന്നത് അവൻ ഈ 3 ഗുണങ്ങളെയും തരണം ചെയ്ത് മോക്ഷപ്രാപ്തിക്ക് യോഗ്യനാകുന്നു. നിരന്തരമായ ഈശ്വരസ്മരണയും അർപ്പണഭാവത്തോടെയുള്ള സേവനവും നമ്മുടെ മനസ്സിലെ വിക്ഷേപങ്ങളെ നീക്കും. രജോ ഗുണവും തമോ ഗുണവും കുറഞ്ഞു വരികയും സത്വഗുണം വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ അന്ധഃകരണം ധ്യാനത്തിന് സമർത്ഥമാവും. ആത്മബോധത്തിലേക്ക് ഉയരാൻ സാധിക്കും. ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ യോഗ്യനാകുക എന്നാൽ ബ്രഹ്മമായി തീരൽ എന്ന് തന്നെയാണ്. ജ്ഞാനി ബ്രഹ്മമാകുന്നത് എങ്ങനെ എന്ന് പറയുന്ന ശ്ലോകമാണ്
അടുത്തത് ഗുണത്രയ വിഭാഗയോഗം എന്ന ഈ അധ്യായത്തിലെ ഉപസംഹാര ശ്ലോകമായ 27ാമത്തെ ശ്ലോകം നോക്കാം. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. ഹി എന്തുകൊണ്ടെന്നാൽ അഹം ഞാൻ പരമാത്മാവ് ബ്രഹ്മണഃ ബ്രഹ്മത്തിൻ്റെ പ്രതിഷ്ഠ ഇരിപ്പിടമാണ്, ശാശ്വതസ്യ ശാശ്വതമായ, ധർമ്മസ്യ ച ധർമ്മത്തിൻ്റെയും, ഐകാന്തികസ്യ നിത്യമായ, സുഖസ്യ ച സുഖത്തിൻ്റെയും, അവ്യയസ്യ നാശമില്ലാത്ത, അമൃതസ്യ ച മോക്ഷത്തിൻ്റെയും പ്രതിഷ്ഠ ഇരിപ്പിടമാകുന്നു. എന്തുകൊണ്ടെന്നാൽ പരമാത്മാവായ ഞാൻ അമൃതവും അവ്യയവുമായ ബ്രഹ്മത്തിൻ്റെയും ശാശ്വത ധർമ്മത്തിൻ്റെയും നിത്യമായ സുഖത്തിൻ്റെയും ഇരിപ്പിടമാകുന്നു. ഏറ്റവും ഉള്ളിലുള്ള അന്തരാത്മാവായ ഞാൻ തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ അഥവാ പരമാത്മാവിൻ്റെ വാസസ്ഥാനം. പരമാത്മാവ് നാശരഹിതമാണ്, വികാരപ്പെടാത്തതാണ്, ശാശ്വതമാണ്. തന്നിലെ ആത്മാവിനെ ഒരു സാധകൻ സാക്ഷാത്കരിക്കുമ്പോൾ ആത്മാവ് സർവവ്യാപിയാണ് എന്ന ബോധം അയാൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കുടം നിലനിൽക്കുന്നിടത്തോളം കാലം അതിനകത്തുള്ള ഘടാകാശം അഥവാ കുടത്തിനകത്തെ സ്പേസ് അതിന് ചുറ്റുമുള്ള സ്പേസിൽ നിന്നും, അതായത് മഹാകാശത്തിൽ നിന്നും വേറിട്ട് കാണാം. കുടം ഉടഞ്ഞാലോ ഘടാകാശം അനന്തമായ മഹാകാശം തന്നെയായി മാറുന്നു. അതുപോലെ ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവയുമായുള്ള ജീവൻ്റെ താതാത്മ്യം ഉടഞ്ഞു പോകുമ്പോൾ അനന്തമായ ബോധമായി അത് മാറുന്നു. ഗുണങ്ങൾക്കെല്ലാം അപ്പുറമാണ് ബ്രഹ്മം. ആ ബ്രഹ്മതത്വത്തിനും ശാശ്വതധർമ്മത്തിനും നിത്യസൗഖ്യത്തിനും അനശ്വരമായ മോക്ഷത്തിനും ഇരിപ്പിടമാണ് പരമാത്മാവ്. പരമാത്മാവിൽ സായുജ്യമടയുന്നവൻ ഗുണാതീതനായിത്തീരുന്നു. ഏകാഗ്രമായ മനസ്സോടെ, നിഷ്കാമ ബുദ്ധിയോടെ, നിർവ്യാജ ഭക്തിയോടെ പരമാത്മസേവ ചെയ്യുക. അങ്ങനെ ത്രിഗുണങ്ങളുടെ ഈ മായാവ്യാപാരങ്ങളുടെ മറുകര കടക്കാം. ഓം തത്സത്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ ഗുണത്രയവിഭാഗയോഗോ നാമ ചതുർദശോധ്യായഃ. ശ്രീമദ്ഭഗവത്ഗീതയിലെ ഗുണത്രയ വിഭാഗയോഗം എന്ന 14ാം അധ്യായം ഗീതാരതിയോടെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി ഗീതാരതി. ഹരി ഓം തത്സത്. जय भगवद्गीते ॐ जय भगवद्गीते हरिः कमलविहारिणि हरिः कमलविहारिणि सुन्दरसुपुनीते ॐ जय भगवद्गीते कर्म सुमर्म प्रकाशिनी कामासक्तिहरा ॐ कामासक्तिहरा तत्त्वज्ञानविकाशिनी तत्त्वज्ञानविकाशिनी विद्या ब्रह्मपरा ॐ जय भगवद्गीते निश्चल भक्ति विधायिनी निर्मल मलहारी ॐ निर्मल मलहारी शरण रहस्य प्रदायिनी शरण रहस्य प्रदायिनी सब विधि सुखकारी ॐ जय भगवद्गीते राग द्वेष विदारिणि कारिणि मोद सदा ॐ कारिणि मोद सदा भव भयहारिणि तारिणि भव भयहारिणि तारिणि परमानन्द प्रदा ॐ जय भगवद्गीते
आसुरभावविनाशिनि नाशिनि तमरजनि ॐ नाशिनि तमरजनि दैवी सद्गुणदायिनि दैवी सद्गुणदायिनि हरिरसिका सजनी ॐ जय भगवद्गीते समदा त्याग सिखावनि हरिमुख की वाणी ॐ हरिमुख की वाणी सकल शास्त्र की स्वामिनि सकल शास्त्र की स्वामिनि श्रुतियों की राणी ॐ जय भगवद्गीते दया सुधा बरसावनि माधु कृपा की जय ॐ माधु कृपा की जय हरिपद प्रेम दान कर हरिपद प्रेम दान कर अपनो कर लीजय ॐ जय भगवद्गीते ॐ जय भगवद्गीते ॐ जय भगवद्गीते।